പശ്ചിമേഷ്യയിൽ സംഭവിക്കാനിടയുള്ള അതിശക്തമായ ഒരു യുദ്ധത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ലോകത്തിലെ ഒരു ശാക്തിക ചേരിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇറാനെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നാണം കെടുത്തുന്ന വിധത്തിൽ അവരുടെ കാര്യാലയത്തിന് അകത്തേക്ക് കയറി തങ്ങളുടെ അതിഥിയായ ഹമാസ് നേതാവ് ഹനിയയെ വധിച്ചു കളഞ്ഞതാണ് ഇറാനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഹനിയയുടെ ദാരുണ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്വവും ഇസ്രായേൽ ഏറ്റെടുക്കാതിരുന്നിട്ട് കൂടി ഹിസ്ബുള്ളകളുമായി ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള കരുക്കൾ നീക്കുന്ന ഇറാനെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ പതിയിരിക്കുന്ന ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ആവത് ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടേണ്ടത് കിട്ടാതെ പിന്മാറില്ല എന്ന മട്ടിൽ ഗാസയിൽ വെടിനിർത്തിയാൽ മാത്രം തങ്ങൾ അടങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന തീരുമാനം ഇറാൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ച ഈ കാര്യത്തിൽ വളരെ നിർണായകമാണ്. ഇറാന്റെ പ്രതിനിധി കൂടി തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കാര്യങ്ങൾ വീക്ഷിക്കാൻ സാധ്യതയുള്ള ഈ ചർച്ചയിൽ ഇസ്രായേൽ വഴങ്ങിയില്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഇറാൻ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇസ്രായേലിനെതിരായി ഇറാൻ നടത്തുന്ന പടപ്പുറപ്പാടുകൾ അവർക്ക് ശക്തമായ തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പുള്ളതിനാൽ സാഹസത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് ആക്രമണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ UK-യും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനെ ബുദ്ധി ഉപദേശിച്ചെങ്കിലും വിനാശകാലത്ത് വിപരീത ബുദ്ധി എന്ന പോലെ അതെല്ലാം ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. UK പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഫോണിലൂടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനോട് സൈനിക ആക്രമണത്തിൻ്റെ നിലവിലുള്ള ഭീഷണികൾ അവസാനിപ്പിക്കണമെന്നും മേഖലയിലെ സ്ഥിതിയിൽ താൻ അതീവ ഉത്കണ്ഠാകുലനാണെന്നും എല്ലാ പാർട്ടികളോടും സംഘർഷം കുറയ്ക്കാൻ ആഹ്വാനം ചെയ്തതായും പറഞ്ഞു കഴിഞ്ഞു. പെസഷ്കിയാനുമായുള്ള 30 മിനിറ്റ് സംസാരത്തിനിടെ ഇസ്രായേലിനെ ആക്രമിക്കരുതെന്നും യുദ്ധം ആരുടെയും നന്മയ്ക്ക് ഉപകരിക്കില്ല എന്നും സ്റ്റാർമർ ഇറാനോട് ഉപദേശിച്ചു കഴിഞ്ഞു. എന്നാൽ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള മാർഗവും ഇറാന്റെ നിയമപരമായ അവകാശവും പ്രതികാര നടപടി മാത്രമാണെന്ന മട്ടിൽ ഇറാൻ ആക്രമണത്തിന് ഒരുങ്ങുകയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ നേതാക്കന്മാരും ഇറാനോടും സഖ്യകക്ഷികളോടും പ്രാദേശിക സംഘർഷം കൂടുതൽ വഷളാകുന്ന ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അഭ്യർത്ഥിച്ച് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമുള്ള ഈ അവസരത്തെ അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം അവർ തന്നെ വഹിക്കും എന്നാണ് അതേക്കുറിച്ച് ഫ്രാൻസ് പറഞ്ഞത്. എന്നാൽ അതെല്ലാം അവഗണിച്ചാണ് ഇറാന്റെ ഈ സാഹസം. എന്നാൽ മറുവശത്ത് എന്തിനും പോന്ന വിധത്തിൽ ഇസ്രായേൽ സുസജ്ജരായി നിലനിൽക്കുകയുമാണ്. ഇത്തരത്തിലുള്ള സതുപദേശങ്ങളെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ച് ഇറാൻ ആക്രമണങ്ങൾക്കായി കളത്തിലിറങ്ങിയാൽ ഇസ്രായേലിനൊപ്പം നിന്ന് അതിനെ പ്രതിരോധിക്കാൻ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സൈന്യം തമ്പടിച്ചിട്ടുണ്ട് എന്ന് US മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതിനായി US നാവികസേന മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും വിന്യസിച്ചിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടം എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ഊഹിക്കാൻ പോലും തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും സഖ്യകക്ഷികളുമായും പങ്കാളികളുമായുമുള്ള തീവ്രമായ നയതന്ത്രമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ആ സന്ദേശം ഇറാനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടെന്നും വൈറ്റ് ഹൗസ് വക്താവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം ബെയ്റൂട്ടിലും ടെഹ്റാനിലും എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഏത് ഭീഷണിയും ഞങ്ങൾ പ്രതിരോധിക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് പറഞ്ഞു കഴിഞ്ഞു. തങ്ങളുടെ ദൗത്യം നിറവേറ്റാൻ ഞങ്ങൾ ദൃഢനിശ്ചയത്തിലാണെന്നും ഞങ്ങളുടെ ബന്ദികൾ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത് ഞങ്ങൾ ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഹിസ്ബുള്ള പിൻവാങ്ങുന്നത് ഉറപ്പാക്കാനും ഇറാന്റെ നീക്കങ്ങൾ അവസാനിപ്പിക്കാനും തങ്ങൾ ശക്തമായി നീങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഗാസയിൽ വെടിനിർത്തുക എന്ന ഇറാന്റെ ആവശ്യം ന്യായമാണ്. പക്ഷേ അതിന് ഒറ്റ വഴിയേ മുന്നിലുള്ളൂ: ഇസ്രായേലിൻ്റെ അവശേഷിക്കുന്ന ബന്ദികളെ എല്ലാം മോചിപ്പിക്കുക എന്നുള്ളതാണത്. തങ്ങളുടെ ജനത്തെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാതെ ഇസ്രായേൽ വെടിനിർത്തലിന് ഒരുങ്ങുമെന്നത് ഇറാന്റെ വെറും സ്വപ്നം മാത്രമാണ്. ഇറാന് ധാർമ്മികതയുണ്ടെങ്കിൽ ഹമാസന്മാരോട് ആദ്യം പറയുക ഇസ്രായേലിൻ്റെ ബന്ദികളെ മോചിപ്പിക്കാൻ. അതല്ലാതെ നടത്തുന്ന ഈ പടപ്പുറപ്പാട് കനത്ത തിരിച്ചടിയായിരിക്കും ഇറാന് നൽകുക എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. എന്തായാലും നാളത്തോടെ ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും.